1 kg വെയിറ്റ് വരുന്ന ഒരു ഗ്രൂം ട്യൂബ് കേക്കാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് കട്ട് ചെയ്തത് ഒരു ഇത്തിരി ചെരിഞ്ഞ് പോയത് തന്നെ കണ്ട, അതിൻ്റെ ക്രീം കണ്ട ഒരു തല തിരിഞ്ഞ പോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടിപ്പ് കട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ടാവും കേട്ടോ. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കേട്ടോ കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കിതിൻ്റെ ടോപ്പർ, നമുക്ക് ഗ്രൂം ട്യൂബിൻ്റെ ടോപ്പർ ബ്ലാക്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഗോൾഡൻ കളറാണ് കിട്ടിയേട്ടാ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് മൊത്തം 6 ലെയറായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇത്തിരി അവരയച്ചു തന്ന ഒരു പിക്ക് എന്ന് പറയുക, റെഫറൻസ് പിക്ക് എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഹൈറ്റ് ഉള്ളതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത്. പിന്നെ ഇതിൽ ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ അടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്ലാക്ക് കളറൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീമിൽ ബ്ലാക്ക് കളർ ആഡ് ചെയ്താലും നമുക്ക് ഇങ്ങനത്തെ ഒരു ആഷ് കളർ പോലെയാണ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത്രയും ഡാർക്ക് കളർ ആഡ് ചെയ്താലാണ് നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു കളറിലാണ് കിട്ടിയത് കേട്ടോ. ഡിസൈൻ സിമ്പിൾ ഡിസൈനായിരുന്നു. അപ്പോൾ കസ്റ്റമർ തന്ന റെഫറൻസ് പിക്കിലെന്ന് പറയണത് എയർ ബ്രഷ് ആയിരുന്നു അടിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ എയർ ബ്രഷും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് എവിടെ കൊടുക്കണമുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ നമ്മളെ ചാനൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.